അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അത് കുരുത്തക്കേട് തട്ടുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ്. ഏതായാലും അള്ളാഹ് കാക്കട്ടെ. കുരുത്തക്കേടിനെ പറ്റിയും മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്നതിനെ തൊട്ടും ഈബത്തിനും ഈമത്ത് വരുന്നതിനെ തൊട്ടൊക്കെ അള്ളാഹ് കാക്കട്ടെ. ഇപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഒരു പ്രായമുള്ളൊരു ഉസ്താദിനെ അസ്കർ അലി ഉസ്താദ് ഒറ്റയാണ് കണ്ടാൽ വളരെ നിഷ്കളങ്കനായ, വളരെ അങ്ങേയറ്റം പ്രായമുള്ളൊരു ഉസ്താദിനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇത് പുറത്താക്കിയത് അതിൻ്റെ ആളുകളാണ്, ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളായിരിക്കുമല്ലോ പുറത്താക്കുക. ഇവിടെ മുമ്പ് മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദൊക്കെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്നു മഹല്ലുകൾ അത് ആ മഹല്ലത്തിൻ്റെ ആളുകൾ തീരുമാനിക്കുന്നതാണ്. സമസ്തൻ്റെ മഹല്ലായിട്ടൊന്നും സമസ്തൻ്റെതാണ് മഹല്ല് എന്ന് പറയാമെന്നല്ലാതെ അവിടെ പേരിലങ്ങനെ സമസ്തൻ്റെ കീഴിലാണ് നടക്കുന്നതെങ്കിലും അത് മഹല്ല് ആ നാട്ടുകാരെ മഹല്ല് തന്നെയാണ്. അതുകൊണ്ടാണ് മഹല്ലായിട്ട് തന്നെ കാണണം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അത് ആൾക്കാരൊന്നും ചെവിക്കൊള്ളാതെ അദ്ദേഹത്തെ കുറേ അടച്ചാക്ഷേപിച്ചിരിക്കുന്നു. എന്നാലിപ്പോൾ ഈ വലിയൊരു ഉസ്താദിനെ പട്ടിക്കാട് നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ അത് ആരാ പുറത്താക്കിയത്? ആ കമ്മിറ്റിപ്പെട്ട ആളുകൾ. അവർ സമസ്തക്കാരല്ല, സമസ്തക്കാരാണ്. ഇത് സമസ്ത അറിയില്ലെങ്കിൽ സമസ്തൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അദ്ദേഹം ആ കോളേജിലെ പ്രൊഫസറാണെന്നും മനസ്സിലാക്കുക. അപ്പോൾ സമസ്ത അറിയാതെ, ആലിക്കുട്ടി ഉസ്താദ് അറിയാതെ അവിടെ നിന്ന് പുറത്താക്കലുണ്ടാകില്ല. കാരണം എന്താ? അവിടുത്തെ പ്രിൻസിപ്പാളാണല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ മുമ്പും പലയിടത്തുനിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതെന്ത് കാരണം കൊണ്ടാണോ അതുപോലത്തെ കാരണം ഉണ്ടാകും. എഹിപ്പിനെ പുറത്താക്കിയിട്ടുണ്ടല്ലോ. അതെന്താണ് കാരണം? അതിൻ്റേതായ കാരണം ഉണ്ടാകും. അപ്പം ഇങ്ങനെ സമാധാനിച്ചാൽ മതി അതിൽ വിമ്മിഷ്ടമുള്ള ആളുകളൊക്കെ. എന്നതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സഖത്തുൽ ഉസ്താദ് മൂപ്പരെ പുറത്താക്കിയതല്ലെങ്കിലും രാജിവെച്ച് പുറത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം വേണ്ടി വരുമല്ലോ. ആ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ട് പുറത്താക്കിയവരെ തിരിച്ചെടുക്കേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ട് തന്നെ നിൽക്കേണ്ടതാണെങ്കിലും അതൊക്കെ ചെയ്യേണ്ടത് സമസ്ത എന്ന് പറയുന്ന വലിയ പണ്ഡിത സംഘടന തന്നെയാണ്. ഇപ്പോൾ സമസ്തൻ്റെ സെക്രട്ടറി പുറത്താക്കിയ ആളുകളാകുമ്പോൾ ഇനി അറിയില്ല എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പുറത്താക്കിയ ആളുകളെ എന്നിട്ട് അത് വേറെ ആൾക്കാരെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ഉചിതമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ സമസ്തനെ വിമർശിക്കുന്ന ആളല്ല. നമ്മൾ സമസ്തൻ്റെ എല്ലാ ആശയാദർശങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. എന്നാൽ സമസ്ത അല്ലാത്ത എല്ലാ വിഭാഗത്തിനെയും നമ്മൾ അതിൻ്റെ ആശയ സുന്നത്തിയമായത്ത് ഒക്കെ ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണും. ഒരു പണ്ഡിതനെയും ഞാൻ സംഘടനാപരമായിട്ടോ മറ്റോ ഒരു ആക്ഷേപവും കുറ്റവും പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പണ്ഡിതനെ കുറ്റം പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഈ ബുദ്ധി ഉറച്ച ശേഷം ഞാനൊരു പണ്ഡിതനെയും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ വഹാബിസം എന്നതുപോലെ തന്നെ അതിനനുകൂലിക്കുന്നത് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ വിമർശിക്കുക എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളെ AP ആയിപ്പോയി അല്ലെങ്കിൽ EK ആയിപ്പോയി അല്ലെങ്കിൽ സംസ്ഥാനമായിപ്പോയി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആക്ഷേപിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, ഞാനൊക്കെ പഠിച്ചത് സമസ്തൻ്റെ പഴയ സിലബസുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചതും ആ പഠിച്ച സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ നമ്മളെന്താണ് സമസ്തൻ്റെ ആശയാദർശങ്ങളനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ സമസ്തൻ്റെ സിലബസിൽപ്പെട്ട ചില കാര്യങ്ങൾക്കെതിരെ വഹാബികൾ എന്ത് ചെയ്തു? രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഞങ്ങളെ സംസ്ഥയിൽ അങ്ങനെയുള്ള ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞൊരു വിഷയമാണ്. സ്ത്രീകൾക്ക് വലിയ ശുദ്ധി ഇല്ലാത്തപ്പം ഈ പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനും പോകാം എന്ന് നിങ്ങളെ സംസ്ഥയിലുണ്ട് എന്ന് ഒരു മൗലവി പ്രസംഗിച്ചപ്പം അത് 5ാം ക്ലാസ്സിലെ ഫിഖിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പം അന്ന് ഞാൻ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുക തെക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അരീക്കോടെടുത്ത്. അപ്പോൾ കുട്ടികളുടെ അഭിപ്രായം ഈ മൗലവി എന്നെ വിളിച്ചു കണ്ട് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു,
ഞങ്ങളെ സമസ്തയിൽ അങ്ങനെയല്ല, നീ എ പി ഭാഗത്തിലുണ്ടാകാൻ സാധ്യതയല്ല, കാരണം അവർ 110 ഒന്നും കൂടി സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് ഇത്രക്കും നമ്മളെന്ത് ചെയ്താണ് സമസ്തൻ്റെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ സമസ്തൻ്റെ ആശയദർശങ്ങൾക്ക് എതിരായത് ആരിൽ നിന്നുണ്ടെങ്കിലും നമ്മൾ അംഗീകരിക്കൂല. പഴയ കുത്തുബി, സേഹാദ് മസ്ലത്ത് പോലത്തവരൊക്കെ കൊടുത്ത ഫത്വകൾ അതും സത്യമാണെന്ന് അംഗീകരിക്കണമല്ലോ. അപ്പം അതിനെ അംഗീകരിക്കുന്ന, അതിനനുസരിച്ച് ഇവിടെ പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് സമസ്ഥാനിൻ്റെ ആളുകൾ. അവരതും സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കുന്ന. പക്ഷേ അതെന്താണെന്നറിയോ, ചില ആളുകൾക്ക് ഇതൊന്നും പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സംഘടന മാത്രം സത്യം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നും ദഹിക്കൂല. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിഷയത്തിൽ, സുന്നിയുടെ വിഷയത്തിൽ ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ഉമ്മ എന്നതിനോടാണ് ഉപമിച്ചത്. ഇമാമികളുടെ ഇടയിലുള്ള അഭിപ്രായം റഹ്മത്താണ്, സമൂഹത്തിന് റഹ്മത്താണെന്നാണല്ലോ. മദ്ഹബിൻ്റെ ഇമാമികളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് പല മസലകളും പല നിലക്കും എന്താണ് അതിൻ്റെ ഈ ഉള്ള മസല തന്നെ അവർക്ക് ഈ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് അവർ ഇസ്തിംബാത്ത് ചെയ്തെടുത്താണ് ആ നിയമങ്ങൾ കണ്ടുപിടിച്ചത്. ആ നിയമങ്ങൾ എന്താണ് അതിൻ്റെ യഥാവിധി ഇന്നതാണെന്ന് ബോധ്യപ്പെടാൻ അങ്ങനെ ഒരു ഇഖ്തിലാഫ് വന്നു. അതാണ് ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ഉമ്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നതുപോലെ ഇവിടെ AP സംസ്ഥാനം ഇങ്ങനെയൊക്കെ പല വിഭാഗങ്ങളായപ്പം വഹാബികൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിട്ട് അല്ലാത്ത പേരിലായിട്ട് ഒരു വിഭാഗം അതിനെ വിമർശിക്കാനുണ്ടായത് കൊണ്ട് ഫത്വകൾക്ക് എതിര് വരുമ്പോൾ ഞാൻ ഓർക്കാണ് പഴയ കാലത്ത് ഒരു ഫത്വ ഈ നുസ്രത്തുൽ അനാം എന്നറിയുന്ന ഒരു മാസിക, സംസ്ഥാനത്തിൻ്റെ മാസികയിൽ വെടിവെച്ച കോയിനെ സംബന്ധിച്ച്, വെടിവെച്ചിട്ട മൃഗത്തിനെ ബിസ്മി ചൊല്ലി വെടിവെച്ചിട്ടാൽ അത് പറ്റുമില്ല, ഇങ്ങനെ വെടിവെച്ചിട്ടതിനെ തിന്നാൻ പറ്റുമല്ല എന്നുള്ളൊരു മസല. അതിൻ്റെ യഥാർത്ഥ വിധി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സംഘടനകൾ ഉണ്ടായത് കൊണ്ടാണ് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ടി വന്നത്, തെളിഞ്ഞു വന്നത്. എന്നപോലെ എത്രയും മസലകൾ പേക്കുമ്പോൾ ഈ ഒരു വിഭാഗത്തിന് പേക്കുമ്പോൾ മറ്റേ വിഭാഗം അവിടെ ഓർമ്മിപ്പിച്ച് കൊടുക്കാനുണ്ടാകും. എത്ര കാര്യങ്ങൾ. റസ്മുൽ ഉസ്മാനി വിഷയം നമുക്കറിയാമല്ലോ. ഇവിടെ റസ്മുൽ ഉസ്മാനിയിലല്ലാതെ ഖുർആൻ എഴുതാനോ വായിക്കാനോ പാടില്ല എന്നൊരു വിധി വന്നപ്പോൾ ഇവിടെ കേരളത്തിലുള്ള മുസ്താഫുകളൊന്നും റസ്മുൽ ഉസ്മാനി അതുകൊണ്ട് അതിൽ ഓതാൻ പാടില്ല, ഒക്കെ ചുട്ട് കരിച്ച് കളയണം എന്നൊക്കെയുള്ള ഓരോന്ന് പറഞ്ഞപ്പോൾ ഇത് എല്ലാം റസ്മുൽ ഉസ്മാനിയാണ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ റസ്മിനനുസരിച്ചുള്ളതാണ് എന്നിവിടെ എന്താണ് വിശദീകരിച്ചു. എന്നാൽ ഉമ്മുൽ മുസ്തഫ എന്ന് പറയുന്ന റസ്മുൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എഴുതി വെച്ച ആ ഒരു കോപ്പിയാണ്. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റപ്പെടുത്താൻ പാടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇരു സമസ്തകളും ഇങ്ങനൊരു ഈ റസ്മുൽ ഉസ്മാനി അല്ലാതെ എഴുതാൻ വായിക്കാനും പാടില്ല എന്ന് പറഞ്ഞപ്പം റസ്മുൽ ഉസ്മാനി എന്താണെന്ന് ഈ ഒരു മറുവിഭാഗം അതിനെന്താണ് വിശദീകരിച്ചു. അപ്പോൾ എന്താ റസ്മുൽ ഉസ്മാനി എന്ന് നമ്മൾ പഠിച്ചവരാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലായി. എന്ത് ഉമ്മുൽ മുസ്തഫ് ഉസ്മാൻ റളിയല്ലാഹു എഴുതി വെച്ച ഒരു കോപ്പി, ആ കോപ്പിയിൽ എന്ത് വരുത്താൻ പാടില്ല, ഈ മാറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ്. നേരെ മറിച്ച് പിൻകാലത്ത് വരുന്ന എഴുത്തുകളുടെ മാതൃക അനുസരിച്ച് റസ്മുൽ ഉസ്മാനി എന്ന ഉമ്മു മുസ്തഫിൽ മാറ്റത്തിരുത്തൽ വരുത്താൻ പാടില്ല എന്നുള്ളത്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ മലബാരി ലിപി ഉണ്ടല്ലോ, അതിന് ഹുക്കുമുണ്ട്. ഇനിയിപ്പോൾ മലയാളത്തിൽ നമ്മൾ എന്ത് എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ എഴുതി, എന്നാലും അതിനൊക്കെ വിധിയുണ്ട് എന്നിവിടെ ഒരു വിഭാഗം പറയുന്നത് കൊണ്ട് നമുക്ക് സത്യം ബോധ്യപ്പെട്ടു. അതാണ് ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ഉമ്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പറഞ്ഞാൽ നമ്മളൊരു വലിയ അറിവുള്ള ആളോ അങ്ങനത്തെ ആളോ ആയിട്ടൊന്നുമല്ല, നമ്മളിപ്പോൾ ഇതിനൊന്നും വിമർശിക്കാനും അർഹനല്ല, കാരണം വലിയ വലിയ പണ്ഡിതനാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ പുറത്താക്കിയെങ്കിൽ അത് വളരെ എന്താണ് പറയുക, എന്തോ കാരണം ഉണ്ടാകും. ആ കാരണം കണ്ടുപിടിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സുന്നികളുടെ ഇടയിൽ ഇനിയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഈ സമുദായം എന്ത് ചെയ്യുക, തെറ്റിപ്പിരിയരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ വളരെ വേദനാജനകമായ അവസ്ഥയിൽ കൂടെ നീങ്ങുമ്പോൾ ഒരു ഭാഗത്ത് ഫലസ്തീനിൽ ചെറിയ കുട്ടികളൊക്കെ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ ഈ കേരളത്തിൽ തന്നെ നമ്മുടെ സുന്നികളുടെ ഇടയിൽ തന്നെ ഈ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ 2-3 ഗ്രൂപ്പായി സുന്നികൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും AP, EK, സംസ്ഥാന ദക്ഷിണ ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ മുസ്ലിമീങ്ങളെ അല്ല എന്ന് വഹാബി പ്രസ്ഥാനം പറയുമ്പോൾ നമ്മളൊന്നും മുസ്ലിമീങ്ങളല്ല. എത്രത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പാണക്കാട് സയ്യിദന്മാർ, ഇവർ പോലും മുസ്ലിമീങ്ങളല്ല മുശ്രിക്കുകളാണെന്ന് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് ഗൾഫിൽ പ്രചരിപ്പിച്ച വഹാബി പ്രസ്ഥാനം ഇവിടെ
ഈ നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇത്തരം വലിയ വലിയ ആലിമീങ്ങൾ അതിൻ്റെ ആ സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടവരാണ്. അവരൊന്നും പുറത്താക്കപ്പെടേണ്ടവരല്ല. അവർ പുറത്താക്കിയതിൽ ആരാ പുറത്താക്കിയതെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിനെ പഴിചാരേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്താണ്, അതിൻ്റെ ആളുകൾ തന്നെയാണ്. ആ നാട്ടുകാർ, ആ മഹല്ല് ആരാണോ ഭരിക്കുന്നത് ആ മഹല്ലിൻ്റെ ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്തം ഇവിടെ സമസ്തക്കോ മുസ്ലിം ലീഗിനോ ഒന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കുക. നമ്മൾ എല്ലാ പണ്ഡിതന്മാരും ഇവിടെ മുമ്പ് ഈക്കനെ പട്ടിക്കാടുന്ന് പുറത്താക്കിയിരുന്നല്ലോ. അതിൻ്റെ കാരണം എന്തേനി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് പട്ടിക്കാടുന്ന് പോയതിൻ്റെ ശേഷം പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. ഇങ്ങനെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ എന്താണ് എടുത്തു ബന്ധിക്കാതെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിർഭാഗ്യകരമാണ് എന്ന് തോന്നുന്നവർ, അതല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് തോന്നുന്നവരും ആരാണെങ്കിലും നമ്മളതിൽ എന്ത് ചെയ്യേണ്ടതില്ല, തർക്കിക്കേണ്ടതില്ല. അത് കൈകാര്യം ചെയ്യാൻ ഇവിടെയുള്ള പണ്ഡിതന്മാരുണ്ട്. പണ്ഡിത സംഘടനയായ എല്ലാവരും ബഹുമാനിക്കുന്ന പണ്ഡിത സംഘടന സമസ്തയാണത് ഈ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സമസ്തയിൽപ്പെട്ട ഒരു വിഷയം, അതുകൊണ്ട് സമസ്ത തീരുമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പൊതുജനങ്ങൾ പറഞ്ഞിട്ട് എന്താണ് അത് വീണ്ടും വീണ്ടും വഷളാകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഷെറുകളിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാക്കട്ടെ എന്നും ഇനിയും ഒരു ഭിന്നിപ്പില്ലാതെ ഉമ്മത്ത് ഒത്തൊരുമിച്ച് കൊണ്ട് നീങ്ങാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ട നല്ല കാര്യമാണെന്ന് തോന്നിയാൽ വൈയഹദിയ ബി സബബിക്കോ ഖൈറുല്ലക ദുനിയാ മാ ഫിഹാ എന്നാണല്ലോ. നീ കാരണമായിട്ട് ആരെങ്കിലും ഒരാൾ നന്നായാൽ ഈബത്ത് നമീമത്ത് ഇങ്ങനത്തെ പരദൂഷണം അതും ഇതൊക്കെ പറയുന്ന ഒരാളെന്താണ് ഈ മനസ്സിലാക്കിയാണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതാണ് നമ്മൾക്ക് ഏറ്റവും ഖൈർ എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അസ്സലാമു